ഞാൻ മാത്രമല്ല, എൻ്റെ തല്ല എൻ്റെ ഫുൾ ഫിഗർ മാത്രമല്ല ഉള്ളത്. നമുക്ക് ദിയ കൃഷ്ണനെ മൈൻഡിൽ വിചാരിച്ചിട്ട് ബ്ലോഗ് അവിടെ ചുമ്മാ തട്ടുകൂട്ട് പരിപാടിയിലേക്ക് അതുപോലെ എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളായി നമ്മളൊരു വ്ളോഗ്, ലെങ്തി വ്ളോഗായിട്ട് ഇട്ടിട്ട് നമ്മൾ ഷോർട്സിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി വെരി സിമ്പിൾ ആൻഡ് തട്ടിക്കൂട്ടൽ ഒരു മുട്ടച്ചോറ്. അതായത് വീട്ടിൽ അമ്മയും അച്ഛനും ഒന്നും ഇല്ലാത്ത സമയത്ത് വിശന്നാൽ നമ്മൾ വിശന്നിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു ഈസി ആയിട്ട് ഒരു മുട്ടച്ചോറ് ഉണ്ടാകും. അതിന് നമ്മൾ എടുത്തിരിക്കുന്നത് 2 സവാള, 1 തക്കാളി. ഇത്ര മതിയോ? ഇത്ര മതി, ബാക്കിയെടുക്കട്ടെ. ഓക്കെ, കട്ട്. ഇത് വൃത്തിയാക്കിയാൽ മാത്രം പോരാ, ഇത് കൊണ്ട് കളയും വേണം, അല്ലെങ്കിൽ അമ്മയച്ഛനും വരുമ്പോൾ നമ്മളെ എടുത്തിട്ട് കളയും. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്ന സ്വഭാവം ഉണ്ട്. അതെനിക്ക് മാത്രമാണോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോന്ന് കമന്റ് ബിലോ. എനിക്കുണ്ട് ഗൈസ്. ഓക്കെ, ഇത് ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നത് നമ്മളുടെ ബിബി കൃഷ്ണ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അതുകൊണ്ട് നമുക്ക് കിരികിരാന്ന് അരിയാൻ ഒരു പ്രോ ഇവിടെ ഉണ്ട്. കിരികിരാന്നരിയാൻ നമുക്ക് കിരണ് കൊടുത്താലോ? ഓ യാ, കിരൺ. കിരൺ നമ്മുടെ മാഷിന്റെ മധുരനാമമാണ്. അപ്പൊ നമുക്ക് മാഷിനെ വിളിക്കാം. മാഷേ, അത്ര മതി. നമ്മുടെ നാട്ടിൽ കിരികിരാന്ന് വരും. സ്പീഡിൽ കാണിക്കുന്നത് കിരികിരാന്നരിയാൻ കിരണ് വന്നേക്കാന്നാണ് ഞങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ കിരികിരാന്ന് തന്നെ അരിയാം. വേറെ എന്താ വേണ്ടേ നോക്കേണ്ട ആവശ്യമുണ്ട്. ചെറുതായിട്ടൊന്ന് വീഡിയോ ഒന്ന് ഫോൺ തരുമ്പോ ചോദ്യം ചോദിക്കാം നമുക്ക്. ഗൈസ്, ഈ സാധനം കളയാറുണ്ടോ നിങ്ങളുടെ അവിടെ? അതായത് അടുക്കുള്ള ഈ സാധനം ഞങ്ങൾ കളയാറുണ്ട്. നിങ്ങൾ കളയാറുണ്ടോ? എന്താ വേണ്ടെന്ന് ചോദിച്ചു. ആ, ഇത് അരിയട്ടെ. അരിഞ്ഞിട്ടല്ലാതെ പിന്നെ ഇങ്ങനെ കുത്തി തുളച്ചെടുക്കുവോ? പിന്നെ ഓ, ഞാനിത് മാത്രമേ കളയുള്ളൂ. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊന്നും കളയും. അതിനകത്തുണ്ട്, നോക്കൂ. ഒളിപ്പിച്ച് വെച്ചേക്കട ഗൈസ്. എന്നിട്ട് എടുക്കാൻ പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുക്കും? ഞാനല്ല, മോമിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതൊക്കെ. പച്ചമുളക് എടുക്കട്ടെ. അതാകുമ്പോ വേഗം കളയാൻ എടുക്കാം. എന്ത് പച്ചമുളക് വാരി കളയാൻ? ആ, പിന്നെന്തിനാണ് ഇടുന്നത്? ചീഞ്ചട്ടി എടുക്കുക. ചീഞ്ചട്ടിയോ? ചൂടാവട്ടെ. ചൂടായിട്ട് ചട്ടി ചൂടായിരിക്കാണ്. കുറച്ച് എണ്ണ ഒഴിക്കും. ഈ എണ്ണ ഒഴിക്കുന്നതിന്റെ ഈ സാധനത്തിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അല്ല, ചോദിക്കണല്ല, നിങ്ങൾ ആരെങ്കിലും ആരും ചോദിക്കില്ല. ഞാൻ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ നമുക്ക് സോറി ഗൈസ്, നമുക്ക് തളച്ചു കൊടുത്തോണ്ട് കടുതറ കടിയിടണോ? ഇതിനി ചോദിച്ചിട്ട് കാര്യമില്ല. വേണ്ട, ഇനി ഇടാ. ഇനി ഇടുന്ന എങ്ങനെ? കടുക് പൊട്ടിക്കാൻ പോയി. ഈ ഷെഫുകളൊന്നും എനിക്ക് പറഞ്ഞു തന്നില്ല. അപ്പോട്ടെ, ഇത് നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ അങ്ങ് ഉണ്ടാക്കാം. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്കും ഉണ്ടോ ഈ സ്വഭാവം? എന്ത് ചെയ്താലും ഇവിടെ ഒരു കൈ വരിക?
കമന്റ് ചെയ്തോ. മെയിൻ സാധനം മുട്ട. നേരത്തെ ചോദിച്ചു ചോദിക്കുന്നു ഇപ്പോഴത്തെ കേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ചെയ്തോ? മുട്ട പൊട്ടിച്ചു. 4. നമ്മൾ 4 പേരുണ്ട്. നമ്മൾ 4 മുട്ട പൊട്ടിച്ചിരിക്കുന്നു. കുത്തും. നമ്മള് തീ കുറച്ചിട്ടേക്കാണ്, അതുകൊണ്ടാണ് പതുക്കെ പഠിക്കാറ്. കണ്ട എന്നെ മാത്രം കുഴപ്പമല്ല ഗൈസ്, നിങ്ങൾക്ക് കൊണ്ടുപോയി പ്രശ്നം. എന്തെടുത്താലും കൈ കഴുകണം. മാസ്ക് വെച്ചേക്ക്, മാസ്ക് ഉണ്ടാവും. അടുക്കളയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. ഇല്ല, പക്ഷെ ഞാൻ ചിലവരെ കണ്ടിട്ടില്ല അങ്ങനെ എല്ലാം എടുക്കുമ്പോ. പിന്നെ വേറൊരു അസുഖം കൂടെ ഉണ്ട്, കൈ കഴുകി നേരത്തെ തന്നെ തേക്കണം. അത് എനിക്കുണ്ട്. എന്റെ എല്ലാ ഷോർട്സും കറ പിടിച്ചിരിക്കണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമല്ല. പക്ഷെ ഒന്ന് തിരിഞ്ഞേ തുമ്മൽ ഇതിൽ കേട്ടിട്ടുണ്ട്. എന്താ പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഫാൻസി ഡ്രസ്. ഇതാണ് നമ്മുടെ മുട്ടച്ചോറ്. ഇതിൽ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് എടുത്തേക്കുന്ന ഒരു പാപ്പടം, സോറി, നല്ല കാന്താരി മുളക്, ചൂപ്പട്ടെ. നന്നായിട്ടുണ്ട്. കഴിക്കുന്നത് പറയും. നല്ലതാണ്. ഈ റൈസ് അല്ല, വേറെ മറ്റേ ചെറിയ റൈസ് ആണ് കുറച്ചുകൂടി. ബസുമതി റൈസ് അതുപോലത്തെ അല്ലെങ്കിൽ പൊന്നേരിയോ, പൊന്നേരി പറയാം.